കഠിനാധ്വാനം ചെയ്തിട്ടും മികച്ച യോഗ്യതയുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ആഗ്രഹിച്ച ജോലി വളരെ വേഗത്തിൽ ലഭിക്കുന്നത്? ഭാഗ്യം എന്നതിലുപരി ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ചില പോസിറ്റീവ് എനർജികളുണ്ടോ? ഇന്റർവ്യൂകൾക്ക് ശേഷമുള്ള നിരാശയും കാത്തിരിപ്പും നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടെങ്കിൽ, തൊഴിൽ തടസ്സങ്ങൾ മാറി ഉടൻ ജോലി ലഭിക്കാൻ സഹായിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനവും ശക്തവുമായ ഒരു രഹസ്യമന്ത്രം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഈ മന്ത്രം പുരാതനമായ ഋഗ്വേദത്തിൽ നിന്നുള്ളതാണ്. ഋഗ്വേദത്തിലെ 6-ാം മണ്ഡലത്തിലെ 71-ാം സൂക്തത്തിലാണ് ഈ വരികൾ ഉൾപ്പെട്ടിരിക്കുന്നത്. അറിവിന്റെയും ജ്ഞാനത്തിന്റെയും അധിപനായ ബൃഹസ്പതിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ തൊഴിൽ തടസ്സങ്ങൾ മാറുമെന്നാണ് വിശ്വാസം. ഈ മന്ത്രം ജപിക്കുമ്പോൾ സരസ്വതീദേവി അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി അല്ലെങ്കിൽ ഹയഗ്രീവൻ എന്നിവരിൽ ആരുടെയെങ്കിലും ചിത്രത്തിനു മുന്നിലിരുന്ന് വേണം ഇത് ചെയ്യാൻ. ചിത്രങ്ങൾ ലഭ്യമല്ലെങ്കിൽ ശാന്തമായ ഒരിടത്ത് ഏകാഗ്രതയോടെ ഇരുന്നാൽ മതിയാകും. മന്ത്രം ഇതാണ്, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. ശുചിം അർക്കൈഹി ബൃഹസ്പതിം അധ്വരേഷു നമസ്യഥ അനാമ ഓജഹ ആചകേ. ഞാൻ ഈ മന്ത്രം ഒന്നുകൂടി ആവർത്തിക്കാം, ശ്രദ്ധിച്ചു കേൾക്കുക. ശുചിം അർക്കൈഹി ബൃഹസ്പതിം അധ്വരേഷു നമസ്യഥ അനാമ ഓജഹ ആചകേ. ഈ മന്ത്രത്തിന്റെ അർത്ഥമിതാണ്, അറിവിന്റെയും വാക്കിന്റെയും അധിപനായ ബൃഹസ്പതിയെ പരിശുദ്ധമായ സ്തുതികളാൽ നാം വന്ദിക്കുന്നു. യജ്ഞങ്ങളിലും കർമ്മങ്ങളിലും അവിടുത്തെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് തടസ്സമില്ലാത്ത ഊർജവും വിജയവും കൈവരുന്നു. ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ കർമ്മരംഗത്തെ തടസ്സങ്ങൾ നീക്കി വിജയവും അംഗീകാരവും ലഭിക്കാൻ ഈ മന്ത്രം സഹായിക്കുന്നു. മന്ത്രത്തിന്റെ ഉച്ചാരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നതുവരെ എല്ലാ ദിവസവും മുടങ്ങാതെ 27 തവണ ഈ മന്ത്രം ജപിക്കേണ്ടതാണ്. എല്ലാവർക്കും ഉടൻ തന്നെ മികച്ചൊരു ജോലി ലഭിക്കട്ടെയെന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.